മാന്നാർ ജയന്തി വധക്കേസിൽ പ്രതി കുട്ടിക്കൃഷ്ണന് വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. 2004 ഏപ്രിലിൽ ഭാര്യ ജയന്തിയെ തലയറുത്തു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്, കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രുതി, മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ഭർത്താവ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 2004 ഏപ്രിലാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഭാര്യയെ സംശയമായിരുന്ന കുട്ടിക്കൃഷ്ണൻ ജയന്തിയെ വീട്ടിനുള്ളിൽ വെച്ച് കറിക്കത്തിയും ഉളിയും അതേപോലെ തന്നെ ചുറ്റിക എന്നിവ ഉപയോഗിച്ച് തലയറുത്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇയാൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. എന്നാൽ ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് ദീർഘനാൾ കഴിഞ്ഞ ശേഷമാണ് പിന്നീട് പിടികൂടിയത്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യ കേസ് എന്ന പ്രത്യേകത കൂടി ജയന്തി കൊലക്കേസിനുണ്ട്. പ്രതിക്ക് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പക്ഷേ 1.5 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ യാതൊരു ദയവും പ്രതിക്ക് നൽകരുതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചു. നിലവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 302, 297 എന്നിവ സെക്ഷനുകൾ അനുസരിച്ച് കൊലപാതകം, മൃതദേഹത്തോടുള്ള അനാദരം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ശിക്ഷ ഉൾപ്പെടെ വിധിച്ചിട്ടുള്ളത്. പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട ശേഷമാണ് ഇന്നിപ്പോൾ കോടതി ശിക്ഷ വിധിച്ചത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്നും ഈ വിധിയിൽ പറയുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി. ശരത്ത്, വളരെ ക്രൂരമായ കൊലപാതകമാണ്. കുട്ടിയുടെ മുൻപിൽ വെച്ച് കൊലപ്പെടുത്തിയതാണ്. എന്തായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ? എന്തൊക്കെയായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് ഈ കേസിൽ? പ്രധാനമായും പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളാണ് ഈ കൊലപാതകം നടത്തിയ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രായം കൂടി കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയത്. 1.5 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം പ്രതി ക്രൂരകൃത്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരു ഇളവും പ്രതിക്ക് നൽകരുതെന്ന് ഈ പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. ഒപ്പം കോടതി തന്നെ പല കാര്യങ്ങളും നിരീക്ഷിക്കുകയുണ്ടായി. അതായത് ഈ കൊലപാതകം അതിക്രൂരമാണെന്ന് കോടതിക്ക് തന്നെ വ്യക്തമായതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പ്രതിഭാഗത്തിന്റെയും അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും കൂടി വാദമൊക്കെ തന്നെ കേട്ട ശേഷമാണ് ഇന്നിപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. മാന്നാർ ജയന്തി വധക്കേസിലാണ് പ്രതി കുട്ടിക്കൃഷ്ണന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.